ഡ്രൈവർ വരുമ്പോൾ അല്ലെങ്കിൽ മുമ്പിൽ വേറൊരു വണ്ടി വരുമ്പോൾ നമുക്ക് സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ചിലായിരിക്കണം എപ്പോഴും വണ്ടി മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ച് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ക്ലച്ച് റിലീസ് ചെയ്യുക, ബ്രേക്ക് ചവിട്ടുക, അങ്ങനെ ആയിരിക്കണം. ആ ഒരു 2 പെഡലിലായിരിക്കണം കാറ് മുന്നോട്ട് പോകേണ്ടത്. ആക്സിലറേറ്റർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ ആ ഗട്ടർ കഴിയുമ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഒന്ന് സ്പീഡായതിനു ശേഷം ഗിയർ കൂട്ടിക്കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇതിപ്പോൾ ഒരു കട്ടറുള്ള വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് ഹാഫ് ക്ലച്ചിലായിരുന്നു ഞാൻ വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് കൊടുക്കേണ്ട സമയത്ത് ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ സ്ലോലി ആയിരിക്കണം വണ്ടി എപ്പോഴും മൂവ് ചെയ്യേണ്ടത്. പെട്ടെന്ന് കൊണ്ട് ഇടിച്ച് വണ്ടിയുടെ അടിയൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഹമ്പൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലച്ച് ഫുൾ അമർത്തി ഗിയർ മാറ്റുന്ന ആ ഒരു സമയത്തായിരിക്കണം നമുക്ക് ഹമ്പൊക്കെ ചാടുവാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ ഞാൻ കാണിച്ചിരിക്കുന്നത് കുറച്ച് ക്യാമറയുടെ ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എടുത്തിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളൊരു ഹാഫ് ക്ലച്ച് ആ ഒരു ബാലൻസ് കിട്ടണം. അപ്പോൾ ആ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഒരു വൈബ്രേഷൻ ആകുമ്പോഴത്തേക്കും വണ്ടി തന്നെ മൂവ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ആ ഹാഫ് ക്ലച്ചിലെ വണ്ടി ശരിക്കും നിരപ്പായ റോഡിൽ കൂടെ മൂവ് ചെയ്യും. അപ്പോൾ ഇന്ന് ശരിക്കും റിപ്പീറ്റായിട്ട് ഈ പെഡൽ പമ്പിങ് കാണിക്കുന്നത് ഭയങ്കര ബോറായിരിക്കുമെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് ഡ്രൈവിങ്ങിൻ്റെ ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വളവിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യണം. ഇപ്പോൾ തേർഡിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഒരു വളവ് വന്നു കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് ചവിട്ടി സ്ലോ ആക്കിയതിന് ശേഷം അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്ലോ ആവും. അങ്ങനെ സ്ലോ ആകുമ്പോഴത്തേക്കും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണം. ഇപ്പോൾ തേർഡിലാണ് കിടക്കുന്നെങ്കിൽ സെക്കൻഡിലേക്ക് ആക്കാം. അതുപോലെ തന്നെ ഹമ്പ് വരുമ്പോൾ ഓരോ കവലകളിൽ ജംഗ്ഷനുകളിലൊക്കെ വരുമ്പോൾ തിരിയുമ്പോഴത്തേക്കുമൊക്കെ നമ്മൾ ഫസ്റ്റിൽ അല്ലെങ്കിൽ സെക്കൻഡിലിട്ട് വണ്ടി തിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളവിലൊക്കെ വരുമ്പോഴത്തേക്കും അപ്പുറത്തൊന്ന് എതിരെ നമുക്കൊരു വണ്ടി എപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രം ലെഫ്റ്റ് ചേർന്ന് നമ്മൾ സൈഡ് വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾ റൈറ്റിലേക്ക്, അതായത് ഇടത്ത് ചേർന്ന് പോകേണ്ട വണ്ടി റൈറ്റ് സൈഡ് കൂടുതലായിട്ട് ചേർന്നെടുക്കുകയും എതിരെ പെട്ടെന്ന് വണ്ടി വരികയും ആക്സിഡന്റ് ആയില്ലെങ്കിൽ കൂടിയും വണ്ടിയുടെ സൈഡ് തട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് ലെഫ്റ്റ് ചേർത്ത് കൂടുതലായിട്ട് എടുക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എതിരെ വണ്ടി വരുന്നുണ്ട്, അപ്പം അത് തട്ടാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടായിരിക്കണേ. വണ്ടി വരുന്നില്ല എങ്കിൽ കൂടിയും അത് വേറൊരു ടിപ്പാണ്. പിന്നെ കയറ്റത്തിലൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടി ഒരിക്കലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് മുമ്പിൽ വേറൊരു വണ്ടി എതിരെ നിന്ന് വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യും. എതിരെ വണ്ടി വരും, നമുക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും ചിലപ്പം ഈ ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഓവർടേക്ക് ചെയ്തു പോയി എതിരെ വണ്ടി വരുന്നുണ്ട് എങ്കിൽ ആക്സിലേറ്റർ നന്നായിട്ട് കൊടുക്കുക, വണ്ടി മുമ്പോട്ട് കയറിപ്പോകാൻ അനുവദിക്കണം. അതേസമയം പെട്ടെന്ന് വണ്ടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സഡൻ നമ്മൾ സ്റ്റക്കായിട്ട് വണ്ടി നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാവും. പിന്നെ മറ്റുള്ളവരുടെ തെറി കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രശ്നമാണ് നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിം ഇടണോ ബ്രൈറ്റ് ഇടണോ, അങ്ങനെ ആ ഒരു സിഗ്നലിന്റെ പ്രശ്നം. ഇപ്പം പറയുകയാണെങ്കിൽ എതിരെയിൽ നിന്ന് വണ്ടി വരികയാണെങ്കിൽ നമ്മളിപ്പോഴും ഡിം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബ്രൈറ്റ് ഇടുമ്പോഴത്തേക്ക് എതിരെ വരുന്നവർക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ലൈറ്റ് കൂടുതലായിട്ട് വന്ന് ഡ്രൈവിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാകും. പലരും ആ ഒരു റൂൾസ് ഒന്നും പാലിക്കാറില്ല. അപ്പം ഞാൻ തന്നെ പലപ്പോഴും നൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണ് ഒരു മങ്ങൽ വരികയും പെട്ടെന്ന് കാണാൻ പറ്റും. പെട്ടെന്ന് ഞാൻ സ്ലോ ചെയ്യുന്ന അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എതിരെ വണ്ടി വരുമ്പോൾ ഡിം ഇട്ട് കൊടുക്കുക, വണ്ടി വരാത്ത സമയത്ത് നമുക്ക് ബ്രൈറ്റ് ഇട്ട് കൊടുത്ത് ഇപ്പോൾ ലോങ് വിഷൻ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിമ്മ് ബ്രൈറ്റ്. ഇനി പകൽ സമയത്ത് നമുക്കൊരു ഓവർടേക്ക് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നെങ്കിൽ നമുക്ക് ഈ ഡിം ബ്രൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഉപയോഗമുള്ളൊരു ഇത് തന്നെയാണ്. ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലുള്ള ബട്ടൺസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഇതിനകത്ത് ലോക്കുണ്ട്, അൺലോക്ക് ചെയ്യാനുള്ള ബട്ടണുണ്ട്. അപ്പം ഓൾ ഡോറിൻ്റെ ലോക്ക് നമുക്ക് ഡ്രൈവറിന് മാനേജ് ചെയ്യാം.
ഇപ്പോൾ ആൾക്കാരെല്ലാം കയറിയതിന് ശേഷം ലോക്ക് ചെയ്യുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ലോക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ആകുമ്പോഴത്തേക്കും തന്നെത്താനെ ലോക്ക് ആവും. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കീ എന്ന് പറയുന്നത് വിൻഡോ ക്ലോസ് ആവാനുള്ള, അത് ലോക്ക് ആവാനുള്ളതാണ്. താഴെയുള്ളത് നമുക്ക് വിൻഡോസ് ഡൗൺ ആൻഡ് അപ്പിൻ്റെ ഇതാണ്. പിന്നെ ഹാൻഡിലും നമുക്ക് തുറക്കാനുള്ളത്. ഈ കാണുന്നത് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് 2 മിറേഴ്സ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ വ്യൂ അനുസരിച്ച് അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റിലേക്ക് നമുക്കത് മൂവ് ചെയ്യാം. ഇപ്പം നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഈ മിറേഴ്സ് നോക്കണം. അതായത് നമുക്ക് ഫ്രണ്ടിലൊരു 2 സൈഡിലുണ്ട്, പിന്നെ നമുക്ക് ബാക്ക് മിറർ വ്യൂ ചെയ്യാനുള്ള ഫ്രണ്ടിലൊരു മിററുണ്ട്. അങ്ങനെ ആ 3 മിറർ നോക്കിയായിരിക്കണം നമ്മുടെ ഡ്രൈവിംഗ് എപ്പോഴും. ഇനി ഈ കാണുന്നത് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സാണ്. വളവൊക്കെ തിരിയുമ്പോൾ എപ്പോഴും നമ്മൾ സിഗ്നൽ കൊടുക്കുക റൈറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇപ്പോൾ ഈ തിരിക്കുന്നത് ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അതായത് രാത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡിമ്മ് ബ്രൈറ്റ് എപ്പോഴും ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് വൈപ്പേഴ്സിൻ്റെ. അപ്പോൾ അത് മഴയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ മഴ ഒത്തിരി ശക്തിയായിട്ടാണെങ്കിൽ 3rd കൊടുക്കാം, 2, 1 അങ്ങനെ ഓരോ സ്പീഡ് അനുസരിച്ച് വൈപ്പർ മൂവ് ചെയ്യും. ആ സ്പീഡ് അനുസരിച്ച് സെറ്റ് ചെയ്യും. കൂടുതലായിട്ട് ഡൗട്ടുകളുള്ളവർ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.